മുൻ പരിശീലകൻ ഇവാൻ വുക്കാമനോവിച്ചിന് ₹1 കോടി പിഴ ചുമത്തി കേരള ബ്ലാസ്റ്റേഴ്സ് 2023-24 സീസണിൽ ബംഗളൂരു എഫ്സിക്കെതിരായ മത്സരത്തിനിടെയുള്ള ഇറങ്ങിപ്പോക്കിന്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴ അടക്കേണ്ടി വന്നിരുന്നു. ഈ സംഭവത്തിൽ കുറ്റക്കാരൻ പരിശീലകൻ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവാനെതിരെ നടപടിയെടുത്തത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്ക്. അനിൽ, അത് ഇച്ചിരി അതിൽ അയുക്തിയുണ്ട്, അതിനകത്തൊരു ഒറ്റുണ്ട്, അതിനകത്തൊരു വഞ്ചനയുണ്ട്. മൊത്തത്തിൽ ആ വാർത്ത അത്ര സുഖമുള്ള വാർത്തയല്ല അനിൽ. അങ്ങനെ തന്നെയാണ് ഹാഷ്മി ക്രിസ്റ്റീന. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച പരിശീലകൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാവുന്ന ആളാണ് ഇവാൻ വുക്കോമനോവിച്ച്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കോച്ച്, ആരാധകർക്ക് എന്നും അവരുടെ ഒപ്പം നിന്ന ഒരു പരിശീലകൻ എന്ന തരത്തിലൊക്കെ തന്നെ ഇവാൻ വുക്കോമനോവിച്ച് അത്ര കണ്ട് പ്രിയപ്പെട്ടവനായിരുന്നു. അദ്ദേഹം അടുത്തിടെ ബ്ലാസ്റ്റേഴ്സ് വിട്ടപ്പോൾ തന്നെ ആരാധകർ എത്തരത്തിലാണ് ആ സങ്കടത്തോട് അതിനോട് പ്രതികരിച്ചത് എന്നൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത കഴിഞ്ഞ സീസണിൽ, അതായത് 2022-23 സീസണിൽ, നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞതിൽ ആ ഒരു വർഷത്തിൻ്റെ ഒരു പിശകുണ്ടായിരുന്നു, അത് തിരുത്തി പറയുകയാണ്. 2022-23 സീസണിൽ എലിമിനേറ്ററിൽ ബംഗളൂരു എഫ്സിക്കെതിരായ മത്സരത്തിൽ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോളിൽ പ്രതിഷേധിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വാക്കൗട്ട് ചെയ്തിരുന്നു. അതായത് മത്സരം പൂർത്തിയാക്കാതെ താരങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ആ സംഭവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കടുത്ത നടപടിയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തത്. അതായത് ടീമിനെതിരെ കനത്ത പിഴ ചുമത്തി, ഒപ്പം തന്നെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ചിന് 10 മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തി. ഇതിനെതിരെയാണ് ക്ലബ്ബ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത്. അവിടെ നൽകിയ അപ്പീലിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കോച്ചിൻ്റെ മാത്രം പിഴവാണ് ഈ സംഭവം. അതായത് ക്ലബിന് അല്ലെങ്കിൽ മറ്റു താരങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല. കോച്ച് തന്നിഷ്ടം കാണിച്ചതാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. തങ്ങൾ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി അതിൽ ഇക്കാര്യം ബോധ്യപ്പെട്ടെന്നും കോച്ചിനെതിരെ ₹1 കോടി പിഴയിട്ടിരുന്നതായും ഈ ക്ലബ്ബ് പറയുന്നു. അതായത് ഇങ്ങനെയൊരു ഈ കുറ്റം കോച്ചിൻ്റെ മാത്രമായി തലയിൽ കെട്ടിവെച്ച് അവർ ഈ കേസിൽ നിന്ന് ഊരാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ ഇത് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി ഇത് അംഗീകരിച്ചില്ല. അവർ പിഴ ചുമത്തുക തന്നെയാണ് ഉണ്ടായത്. ഏകദേശം ₹4 കോടി കേരള ബ്ലാസ്റ്റേഴ്സിന് അടയ്ക്കേണ്ടി വന്നത്. കോച്ചിന് 10 മത്സരങ്ങളിൽ വിലക്ക് കിട്ടുകയും ചെയ്തു. എന്തായാലും ഈ ഒരു തീരുമാനമൊക്കെ ആണോ ഒരുപക്ഷെ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ പുറത്തേക്കുള്ള വഴിയൊരുക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയമുയരുന്നത്. ഇക്കാര്യത്തിൽ നമ്മൾ അല്പസമയം മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിലെ അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ചെന്നു. അവർ പറയുന്നത് ഈ സംഭവം സ്ഥിരീകരിക്കാവുന്നതാണ്, സംഭവം ശരിയാണ്, കോച്ചിനെതിരെ പിഴയിട്ടിരുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഒരു പ്രസ്താവനയായി ക്ലബ്ബ് അറിയിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്ലബ്ബ് മാനേജ്മെൻറ്റ്. എന്തായാലും ഇവാൻ്റെ പുറത്തു പോകലിന് കാരണം, അല്ലെങ്കിൽ രാജിക്ക് കാരണം ഈ കാരണമാണോ, അല്ലെങ്കിൽ ഈ പിഴയിട്ടതാണോ, ഈ തർക്കമാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഹാഷ്മി ക്രിസ്റ്റീന. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ. മഞ്ഞപ്പട ആരാധകർ ആശാൻ എന്നൊക്കെ ആഘോഷിക്കുന്ന ഒരു കോച്ചായിരുന്നു. അപ്പോൾ മാത്രമല്ല, എന്തുമാത്രം സ്നേഹമാണ് മലയാളികൾ. ഒരു കുഞ്ഞു ആരാധകൻ സങ്കടം പ്രകടിപ്പിക്കുന്നില്ലേ ഇവാൻ വുക്കോമനോവിച്ച് പോയപ്പോൾ. എന്ന് പറഞ്ഞാൽ വലിയ എന്താണ് ആരാധക ഫാൻ ബേസ് ഉള്ള ഒരാൾ കൂടിയാണ്. മാത്രമല്ല ഇപ്പോൾ ഇറങ്ങിപ്പോക്കുന്ന ഒരു പരിഹാരമൊന്നും സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് ഒന്നും അല്ലെങ്കിൽ കൂടി അന്ന് ആ മത്സരം കണ്ടവർക്കറിയാം ആ മത്സരത്തിൽ ഉണ്ടായത് എന്താണെന്നും ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താണെന്നൊക്കെ അറിയാം. അത് ഇവാൻ്റെ മാത്രം കുറ്റമാണ്, പിഴവാണ് എന്നൊക്കെ പറയല്ലേ, മോശം.